നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ട്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളിലുള്ള മനുഷ്യ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കുന്നതിൻ്റെ ഒരു ഡെമോയാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ വർക്ക്ഷോപ്പ്. നമ്മൾ ഈ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒറിജിനൽ കത്തിയാണ് ഇത്. അതിൻ്റെ ഡെമ്മിയാണ് ഇത്. നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് ഈ ഡെമ്മി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡെമ്മി കത്തി നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട്, വയറിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ്, അതേപോലെ ഫീല് ചെയ്യാനെ കൊണ്ട് നമുക്ക് ബ്ലഡിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ ഈ കത്തി കട്ട് ചെയ്യാനെ കൊണ്ട് നമ്മളൊരു കട്ടർ ഉണ്ടാകണം. അതേപോലെ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുറ്റിയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മുള്ളാണികൾ, ഇതൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. കത്തി നമ്മൾ വയറിലേക്ക് കുത്തി നിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അളവ് നമുക്കെടുക്കണം, ബെൽറ്റിൻ്റെ അളവ് നമുക്കെടുക്കണം. ബെൽറ്റിൻ്റെ അളവ് നമ്മൾ ഏകദേശം ഇങ്ങനെ വയറിനൊന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും. ഈ കത്തി കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കത്തി കുത്തി ഇറക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നില്ല, അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. പകരം ഈ ഭാഗം കത്തി കുത്തി നിൽക്കുന്നതായിട്ടാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം വയറിൻ്റെ അളവെടുത്തപ്പോൾ ഏകദേശം ഇവിടെയാണ് ഇത് വരുന്നത്. ഇനി ഇത് നിർത്തണമെങ്കിൽ ഇത് നമ്മൾ പ്ലൈവുഡിൻ്റെ പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലൈവുഡിൻ്റെ പീസ് നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് ഉറപ്പിച്ചിരിക്കുകയാണ്. ചെറിയ മുള്ളാണി വെച്ചിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇനി അടുത്ത് വയറിലേക്ക് നമ്മൾ കെട്ടുന്നത്. ഇതാണ് ഇനി നമ്മൾ വയറ്റിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കെട്ടുകയാണ്. ഈ ബെൽറ്റ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഒന്നുകിൽ ഈ ഷർട്ട് ഇപ്പോൾ ബട്ടൺസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇത്. അത് നമുക്ക് അങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ടർ വെച്ചിട്ട് വല്ലോ ബ്ലേഡ് വെച്ച് വല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. ബ്ലഡ് ഞാൻ മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. ഈ ബ്ലഡ് നമുക്ക് കലൂര് റഷീദ്ക്കയുടെ മേക്കപ്പിൻ്റെ ഒരു സ്റ്റോറുണ്ട്, അവിടെ ഈ ബ്ലഡ് കിട്ടും. മുന്നേ ഒരു ബുള്ളറ്റ് റിമൂവ് ചെയ്യുന്ന ആ എപ്പിസോഡിൽ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ആണ് നമ്മളിതിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകും. ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെടുത്ത് ഡയറക്ടർ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ബെൽറ്റിൽ ഇങ്ങനെ കത്തി പകുതി മുറിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ആ കത്തി കുത്തി നിർത്തണം എന്ന് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാർ സോപ്പ്, നമ്മൾ തുണി അലക്കുന്ന ബാർ സോപ്പ് ഉണ്ട്. ആ ബാർ സോപ്പ് ഇപ്പോൾ ബെൽറ്റൊന്നും നമുക്ക് എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല എങ്കിൽ ആ ബാർ സോപ്പ് ഒരു ക്ലോത്തിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ കുത്തി നിർത്തി കഴിഞ്ഞാലും അത് ഓക്കെയാണ്. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്.
ഇനിയും ഈ കത്തി കുത്തി നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. വലിയ കത്തി, വലിയ വാളുകൾ വയറിലൂടെ കുത്തി അപ്പുറത്തിറങ്ങി നിൽക്കുന്നത് കാണുന്നു. എങ്ങനെയാണ് അത് കുത്തി അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദ്യങ്ങളാണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. എപ്പിസോഡുകൾ, വർക്ക്ഷോപ്പുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ വയറിലൂടെ കത്തി കുത്തി അപ്പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക്ഷോപ്പുകൾ എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടി ഇതിന്റെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു പ്രോഗ്രാമുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഗ്രീൻ മാറ്റ് എങ്ങനെയാണ് സിനിമയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ലൈവ് വർക്ക്ഷോപ്പ് ഗ്രീൻ മാറ്റ് സിനിമയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്.